ഇപ്പൊ ഇത് സോൾവ് വേണ്ട ഇപ്പോഴും പറയാം ഇത് സോൾവ് വേണ്ട അവൻ അങ്ങനെ കുണച്ചിട്ടുണ്ട് അവൻ എന്നിട്ട് ലാസ്റ്റ് എല്ലാം പറയാം എപ്പോഴുള്ളത് എല്ലാ ഗ്യാങ്ങും വന്നു കുണച്ചു കഴിഞ്ഞിട്ട് ഈ എപ്പോഴും സോറി പറഞ്ഞ ഒഴിവാക്കുന്ന റെഡി ഇതെങ്കിലും എടുക്കണം ഏറ്റവും ഇത് സോൾവ് ആക്കണ്ട മോലു പറയാനുള്ളത് ഫുള്ള് പറഞ്ഞിട്ട് ലാസ്റ്റ് സോറി പറഞ്ഞ സിറ്റുവേഷൻ സോൾവ് ആക്കണം എപ്പോഴുള്ള അവൻ ഒരു വട്ടം ഓക്കെ ഇത് രണ്ടു മൂന്ന് എടുത്ത് കേത് കിട്ടങ്ങൾ പറഞ്ഞു സിറ്റി കത്തിപ്പോയി വന്നിട്ട് വീണ്ടും അൾട്രോണോട് അതിന്റെ ആവശ്യം പിന്നെ വന്ന് കുറച്ചാ അവന്റെ പേരറിയാവോ ആരങ്ങനെ പറഞ്ഞറിയാം അവനെ കണ്ട കൊന്നോണ്ടിരിക്കുമെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം നമുക്ക്. അല്ല അവനിപ്പോ വിളിച്ചപ്പോൾ പറഞ്ഞു അബൂദിയാണ് അവനത് സോറി പറഞ്ഞത് അവൻ പറഞ്ഞത് നേരിട്ട് സംസാരിക്കാം നേരിട്ട് സംസാരിക്കും ഇവിടുന്ന് അടിക്കൊന്നുമില്ല കാരണം സംസാരിക്കാൻ വിളിച്ചതാണ് എന്താ ഈ പറയാനുള്ള പറഞ്ഞാൽ മതി എനിക്കത് അറിയില്ല വേറെ മുന്നേ പറഞ്ഞിട്ടുള്ള കേസ് എനിക്ക് അല്ല നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് വന്ന സിറ്റുവേഷൻ ആണ് എപ്പോഴും സംസാരിക്കും ഹലോ സെർജിയോ അല്ലേ ബ്രോ ഇപ്പൊ ഈ സിറ്റുവേഷൻ ഉള്ള ആളാരായിരുന്നു ബ്രോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബ്രോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റലി അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അല്ല ഈ പച്ച കണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രോക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ കാര്യം പറയാം അവിടെ എന്ന് പറഞ്ഞാ അവിടെ നിങ്ങളാണോ അറിയണ്ടല്ല ആരോ ഒരാള് ഒരു സിറ്റി സെന്റർസില് അവിടെ എന്തോ ഇങ്ങനെ ക്രൗച്ച് കണ്ടടിച്ചു അപ്പം ഇവൻ അവിടെ വന്ന് ചോദിച്ചതെന്ന് പറഞ്ഞാ ബ്രോ എന്തോ കുനിഞ്ഞ് നോക്കുന്നേന്ന് അങ്ങനെ ചോദിച്ചു അത് ഇവൻ ഫണ്ണായിട്ടാണ് ചോദിച്ചത് പക്ഷെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളത് ഫണ്ണായിട്ടല്ല എടുത്ത് അല്ല അത് നമുക്ക് ഒരു തവണ ഫണ്ണാണെങ്കിൽ കുഴപ്പമില്ല ഇത് എനിക്കൊന്ന് ഞാൻ ഇപ്പൊ എപ്പോഴാണ് പറഞ്ഞത് അതായത് ഇതിന് മുന്നേയും ഇതേപോലത്തെ സെയിം സിറ്റുവേഷൻസ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എനിക്കൊന്ന് അത് വാസ്കോക്ക് അറിയാം വാസ്കോ എന്താ എടാ ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം പറഞ്ഞു നിങ്ങളിപ്പോ ഇത് വസ്തുത പ്രാവശ്യമല്ല കുറെ പ്രാവശ്യം സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇതേപോലെ തന്നെ വന്നിട്ട് സോറി പറഞ്ഞ് ഒഴിവാക്കും ഇതിപ്പോ ഇവന് KV എന്ന് അറിയാം അവിടെ KV ഗാംഗ്ലസ് ചുറ്റും ആൾക്കാർ നിൽക്കുക എടാ ഞാൻ പറഞ്ഞുതരാം അങ്ങനെയല്ല വെയിറ്റ് ഞാൻ പറയട്ടെ ആ സിറ്റുവേഷൻ കുഞ്ഞു നിൽക്കുന്ന കഴിഞ്ഞ് അവിടെ സംസാരമായപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ചുറ്റിനും KVയുടെ ഗാങ് വണ്ടി നിർത്തി ഗാങ് ഡ്രസ് ഇട്ട് എന്നിട്ട് ഈ തീട്ടങ്ങോട് ഗാങ്ങിന്റെ പേര് പറയേണ്ട നീ അങ്ങനെ പറഞ്ഞ എന്തിനാ ഞാനൊരു കാര്യം പറയട്ടെ അവൻ പറഞ്ഞ് മറ്റേ ക്രൗച്ച് നിൽക്കാൻ പറഞ്ഞ് തെറ്റാണെന്ന് അവൻ അറിയാവോ അറിയാതെ പറഞ്ഞാ വെച്ചാനെ ഒരു KV അറിയത്തില്ലെന്ന് പറയും ഇവൻ അവിടെ നിന്ന് എന്തൊക്കെയാ പറയുന്നത് അറിയാവോ നിനക്ക് കേക്കാവോ കേൾക്കുന്നുണ്ട് ബ്രോ അതെ അവൻ ഞങ്ങളത് പറഞ്ഞത് പറഞ്ഞാ എടാ ഇതൊക്കെ വലിയ തെറ്റാണോ അവൻ കുനിഞ്ഞ് നോക്കുന്നതാ ഉദ്ദേശിച്ചത് പക്ഷെ അവന്റെ കൂടെ അവിടെ നിന്ന് പറഞ്ഞെന്താ കുനിഞ്ഞിരിക്കുവാന്നാ പറഞ്ഞെന്ന് പറഞ്ഞ് കൺവേർട്ട് ആക്കി ഇവന്റെ കൂടെ അതല്ല വേറെ എന്തോ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു അവര് സംസാരിക്കാനേ വന്നുള്ളു അപ്പൊ ആ റെസ്പെക്ട് നമ്മള് കൊടുക്കാം അച്ഛനെ ഞാൻ ഒറ്റ കാര്യം നിങ്ങളിപ്പോ സമാധാനമായിട്ട് കോൾ ചെയ്ത് അല്ലേ കോൾ ചെയ്ത് നമ്മള് നല്ലപോലെ സംസാരിക്കാൻ ഇവിടെ വന്നു വണ്ടിയിൽ ഇറങ്ങി ഒരു എന്ത് ചെയ്തിരുന്നു കണ്ടായിരുന്നു അച്ഛൻ അത് കണ്ടായിരുന്നോ അതിലെന്തെങ്കിലും പറയാനുണ്ടോ എടാ ഇവൻ അങ്ങോട്ട് ഊക്കടാ ഞങ്ങൾക്ക് ചോറ ഞങ്ങളും ചോറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കത് അവൻ ഇപ്പൊ സെറ്റി കത്തി കയറി വന്നതിന് ശേഷം ഇവൻ ഒരു സെക്കൻഡ് അല്ല ബ്രോ അത് അവന് സിൻസിയറായിട്ട് അവന് സോറി പറയണമെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് വരുമ്പോ അല്ല അത് അവന് സിൻസിയറായിട്ടാ പറയുന്നെങ്കിൽ അവൻ വരുമ്പോ അറ്റ്ലീസ്റ്റ് മര്യാദക്ക് വന്നേനെ ഇത് അവൻ തന്നെ അവനക്ക് അറിയാത് എന്തിനു വേണ്ടി പറയുന്ന പോലെ പറയുന്നുള്ളത്
ബ്രോ കളി സോറിയുടെ ബ്രോ കളിക്കാം, പക്ഷെ ആവശ്യമുള്ളപ്പോ മാത്രം കളിക്കാവൂ, അല്ലെങ്കിൽ എല്ലാ ആരോഗ്യത്തിനും ഹാനികരാവും. എന്തായാലും ആദ്യമേ നിങ്ങളുടെ അടുത്ത് KV എന്ന് പറഞ്ഞിട്ട് എന്തായാലും വന്നില്ല. അത് കുടുങ്ങിയിരിക്കും. അപ്പൊ അറിയുന്നതിന് ശേഷം പറഞ്ഞതോ അതെന്താ? ട്രിഗറിൽ അല്ല അത് കഴിഞ്ഞാണ് സിറ്റി കത്തി കേറിയതിനു ശേഷം വീണ്ടും ഒരു സിറ്റി കത്തി കഴിച്ച അൾട്രോണോട് ഫോൺ ചെയ്യും. കേക്ക് വേണം അവന്. അല്ല അവൻ സംസാരിക്കട്ടെ, അവൻ എന്താ പറയാനുള്ളത്? അങ്കൂത്തി സംസാരിക്കും. ബ്രോ സെർജിയോ അല്ലേ ഇപ്പൊ ഇത്ര അവനെന്താ അങ്കൂത്തി സംസാരിക്കും. അവൻ പറയട്ടെ അവന് പറയാനുള്ളത് പറയട്ടെ. സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ വെറുതെ എന്തൊരു പയ്യന്റെ അടുത്ത് താഴോട്ട് നോക്കിയപ്പോ പറഞ്ഞു എന്താ പറയുക കുനിഞ്ഞു നോക്കുന്നതെന്ന്. അപ്പൊ കൂടുന്ന പയ്യൻ എന്തിനാണ് ആ കുനിഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ എന്താ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവന്റെ കൂടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവന്റെ കൂടെ, എനിക്ക് അവനെ അറിഞ്ഞൂടാ. അപ്പോഴാണ് വയലറ്റ് ഡ്രസ് ഇട്ട വേറൊരു പയ്യൻ വന്ന് നീ കുനിഞ്ഞേക്ക് ഞാൻ അടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തുള വെച്ച് അങ്ങനെ അടിക്കുന്നത്. അല്ല അപ്പൊ ബ്രോ കുനിഞ്ഞു നിക്കാന്ന് പറഞ്ഞപ്പോ ബ്രോക്ക് ഇഷ്ടപ്പെട്ടോ? എന്ത് അല്ല ബ്രോ കുനിഞ്ഞു നിൽക്കുക ഞാൻ അടിക്കാന്ന് പറഞ്ഞപ്പോ? ഞാൻ കുനിഞ്ഞു നിക്കാന്ന് പറഞ്ഞിട്ടില്ല, കുനിഞ്ഞു നോക്കുന്നല്ല ബ്രോ പറഞ്ഞ, അല്ലാതെ കുനിഞ്ഞു നിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ നീ കുനിഞ്ഞു നോക്കുവോ? ഇല്ല അവരടുത്ത് പറയൂ കുനിഞ്ഞു നോക്കാൻ. നിന്റെ ലീഡർ ഇപ്പൊ ഗണ്ണെടുക്കേണ്ടി കുഞ്ഞപ്പോ നീ എന്തേ ചെയ്യോ? പോയി അവർ നോക്കോ? ഒരു സെക്കൻഡ് എടാ, നീ പിന്നെ എപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയേ? നീ എപ്പോഴാ ഈ KV പറ്റി പറഞ്ഞ എപ്പോഴാ? നീയല്ലേ പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. ഇവനെ വിളിച്ചോണ്ട് വെക്കോ. വേറെ നിങ്ങളായിട്ട് ഒരു പ്രശ്നമില്ല ബ്രോ, പക്ഷെ ഈ അങ്കൂത്തിനെ നമ്മൾ എന്തായാലും കൊന്നു ബാക്കിയുള്ളവര് വണ്ടി എടുത്ത്